ഒട്ടുമേ ഉത്കർഷയില്ലാത്ത ആത്മവിശ്വാസമില്ലാത്തൊരു സംവിധാനമായിട്ട് UDF നിൽക്കുന്ന കാലത്താണ് VD സതീശൻ നേതൃസ്ഥാനത്തേക്ക് വരുന്നു, അതിനെ മുന്നോട്ട് കൊണ്ടുവരുന്നു, അതിനെ റീവൈറ്റലൈസ് ചെയ്യുന്നു, അതിന് എനർജി കൊടുക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് പിന്നീട് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം VD സതീശൻ്റെ ഒരു എലക്ഷൻ എൻജിനീയറിംഗ് എന്ന് പറയുന്നൊരു സംഗതി, ആ ഒരു മാസ്റ്റർ സ്ട്രോക്ക് അല്ലെങ്കിൽ മാസ്റ്റർ ക്ലാസ് അത് ഗംഭീരമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. VD സതീശൻ UDFൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും UDF വിജയിക്കുന്നു, ഗംഭീരമായിട്ട് വിജയിക്കുന്നു, മുമ്പുള്ളതിനേക്കാൾ നന്നായിട്ട് വിജയിക്കുന്നു. അപ്പോൾ ഈ മനുഷ്യൻ ഡെലിവർ ചെയ്യുന്നു. ഈ മനുഷ്യന് അറിയാം ഒരു എലക്ഷൻ വിജയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം. ആ എലക്ഷന് സമൂഹത്തെ പഠിക്കണം, എന്താണ് സോഷ്യൽ പാറ്റേൺസ് എന്താണ് പഠിക്കണം, വോട്ടിംഗ് ബിഹേവിയർ എന്തായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ആലോചന വേണം, അതിനനുസരിച്ചുള്ള സ്ലോഗൻസ് മുന്നോട്ട് വെക്കണം, ആശയങ്ങൾ വെക്കണം, അതിനനുസരിച്ച് സ്ഥാനാർത്ഥികളെ ഫിക്സ് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഗതികളുള്ളതാണ്. അപ്പോൾ അതിലെല്ലാം വളരെ മെറ്റിക്കുലസ് ഓപ്പറേഷൻ എന്ന് പറയാവുന്ന തരത്തിൽ ഓരോ ഘട്ടത്തിലും VD സതീശൻ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം കാണുന്ന മാറ്റം എവിടെയാണ്? ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ മെൻറ്റാലിറ്റി തന്നെ മാറ്റം വരുന്നത് നമ്മൾ കാണുകയാണ്. മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ ഒരു കോൺഫിഡൻസ് വരികയാണ്. നമുക്ക് കേരളത്തിൽ UDFലെ ഒന്നാം കക്ഷി കോൺഗ്രസ് ആണ്, പക്ഷേ അതുപോലെ തന്നെ പ്രധാനമാണ് ലീഗിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരാൾക്കൂട്ടമോ അല്ലെങ്കിൽ ഒരു പ്രവണതയുടെ പേരാണ്, ഒരു സെൻട്രിസ്റ്റ് ട്രെൻഡാണ് പൊളിറ്റിക്സ്, അല്ലാതെ അതൊരു വലിയൊരു സംഘടനാ രൂപമല്ല. പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് UDFിലെ ഏറ്റവും സംഘടിതമായിട്ടുള്ള പാർട്ടിയാണ്, രണ്ടാമത്തെ പാർട്ടിയാണെങ്കിലും ഏറ്റവും സുഘടിതമായിട്ടുള്ളൊരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ സജീവമായ സാന്നിധ്യം, ആ പാർട്ടിയുടെ സാന്നിധ്യമല്ല ഞാൻ പറഞ്ഞു, ആ പാർട്ടിയുടെ സജീവമായ സാന്നിധ്യം, UDFിൻ്റെ ആത്മാർത്ഥമായ സാന്നിധ്യം UDFിൻ്റെ വിജയത്തിന് വളരെ പ്രധാനമാണ്. അപ്പോൾ ലീഗ് ഹാഫ് ഹേർട്ടഡായിട്ട് നിൽക്കുകയാണ്. അർദ്ധമനസ്കരായി നിൽക്കുന്ന ലീഗിനെ പൂർണ്ണ മനസ്കരായി ആത്മവിശ്വാസത്തോടെ UDFിൽ ഉറപ്പിച്ചു നിർത്തുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് VD സതീശൻ ആദ്യം എടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പുകളിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയം ഉണ്ടാകുന്നു, പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാകുന്നു. തൃക്കാക്കര പുതുപ്പള്ളിയാണ് ആദ്യം വരുന്നത്. പിന്നെ ഓരോ ഘട്ടത്തിലും മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് VD സതീശൻ എന്ന് പറയുന്ന ആ പേഴ്സൺ, ആ വ്യക്തിത്വം, ആ ലീഡർഷിപ്പ്, അതിനകത്തുള്ള വിശ്വാസം UDF അണികൾക്ക്, കോൺഗ്രസ് അണികൾക്ക് വർദ്ധിക്കുകയാണ്. അത് വർദ്ധിക്കുമ്പോൾ ഇതൊരു 2-way പ്രോസസ്സാണ്. അണികൾക്ക് ആ വിശ്വാസം വർദ്ധിക്കുന്നു, അതിനനുസരിച്ച് VD സതീശൻ ശക്തിപ്പെടുന്നു. VD സതീശൻ ശക്തിപ്പെടുന്നതനുസരിച്ച് എഗൻ ഇപ്പുറത്ത് കോൺഗ്രസ് ശക്തിപ്പെടുന്നു, UDF ശക്തിപ്പെടുന്നു. അത് നമുക്കിങ്ങനെ ഗ്രാജ്വലായിട്ട് ആ ഗ്രാഫിക് ഇങ്ങനെ കയറിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഏറ്റവും ഗംഭീരമായൊരു മാനിഫെസ്റ്റേഷനാണ് നിലമ്പൂരിൽ കാണുന്നത്. നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഓൾ ഓട്ട്സ് എന്ന് പറയാവുന്ന എല്ലാ നിലക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചലഞ്ചസ് നിറഞ്ഞൊരു തിരഞ്ഞെടുപ്പായിരുന്നു. കാരണം ഒന്നാമത് അവിടെ ഫീൽഡ് ചെയ്തിരിക്കുന്ന LDFിൻ്റെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത്, അതിലും മികച്ചൊരു കാൻഡിഡേറ്റിനെ CPMന് ഫീൽഡ് ചെയ്യാൻ പറ്റില്ല. UDFിൻ്റെ അവിടുത്തെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും പൂർണ്ണ മനസ്സോടെ തീരുമാനിക്കപ്പെട്ടൊരു സ്ഥാനാർത്ഥിയായിരുന്നില്ല. അത് UDFിനകത്തുള്ള ആളുകൾക്ക് അതിൽ വിയോജിപ്പുണ്ട്, കോൺഗ്രസിനകത്തുള്ള ആളുകൾക്ക് അതിൽ വിയോജിപ്പുണ്ട്, പുറത്തുനിന്ന് പിന്തുണക്കുന്ന ആളുകൾക്ക് അതിൽ വിയോജിപ്പുണ്ട്, പ്രാദേശികമായിട്ടുള്ള വിയോജിപ്പുണ്ട്. ദെൻ അൻവർ ഫാക്ടർ, പിന്നെ ഭരണകൂടത്തിൻ്റെ സർവ്വ സംവിധാനങ്ങൾ, സ്വരാജ് എന്ന് പറയുന്ന വ്യക്തിത്വത്തിന് സാധാരണയുള്ള CPMൻ്റെ സപ്പോർട്ട് ബേസും പുറത്തു നിന്ന് കിട്ടുന്ന വലിയ പിന്തുണ ഉണ്ടല്ലോ. ഞാൻ നിലമ്പൂരിൽ ജനിക്കാതെ പോയതിൽ വ്യാകുലപ്പെടുന്നു എന്ന് പറഞ്ഞ് സാഹിത്യ ചെയ്ത ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അത്രയും എല്ലാ നിലക്കും കോൺഗ്രസിനെ സംബന്ധിച്ചത് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞൊരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു. പക്ഷേ VD സതീശൻ ഒറ്റക്കത് നയിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഓരോ ഘട്ടത്തിൽ നമുക്കറിയാം, അൻവറുമായിട്ട് ചർച്ച നടത്തുന്ന വിഷയത്തിൽ VD സതീശൻ എടുത്ത ഒരു നിലപാട്, അൻവറുമായിട്ടൊരു ചർച്ചയേ ഇല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. അത് ഒരുതരം റിസ്ക് എടുക്കലാണ്. അപ്പം അങ്ങനെ റിസ്ക് എടുക്കാൻ ഈ മനുഷ്യൻ സന്നദ്ധമായി. അപ്പോൾ അതിങ്ങനെ മുന്നോട്ട് പോകുന്നു. പിന്നെ വരുന്നു ലോക്കൽ ബോഡി ഇലക്ഷൻ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. സാധാരണഗതിയിൽ ലോക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് എന്ന് UDFിന് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ അതുപോലെ ലോക്കൽ ബോഡി എന്നുള്ളത് LDFിന് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ലോക്കൽ ബോഡിയിലും കോൺഗ്രസ് UDF ഗംഭീരമായി മുന്നേറ്റം ഉണ്ടാകുന്നു. പിന്നെ നമ്മൾ കാണുന്ന വേറൊരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കോൺഗ്രസിൻ്റെ നേതൃത്വം, UDFിൻ്റെ നേതൃത്വം അതായിരിക്കുമ്പോൾ തന്നെ അതിനപ്പുറമുള്ള ഒരു കോൺഗ്രസിനെ കുറിച്ച് തന്നെയുള്ള ഒരു റീഡിഫൈനിങ് നടക്കുന്നുണ്ട് VD സതീശൻ്റെ നേതൃത്വത്തിൽ. എന്ന് പറഞ്ഞാൽ ഒരു വിശാലമായിട്ടുള്ള ഒരു അലയൻസാണ്. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, എന്താണ്, ഒരു സാമൂഹിക മുന്നണിയാണ്, എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് വെക്കാൻ സാധിക്കുന്ന ഒരു വിശാലമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് എന്നൊക്കെ പല ഘട്ടത്തിൽ സംസാരിക്കുന്നുണ്ട്. അത് കൂടുതൽ വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടാണ്.
നമുക്കറിയാം CK ജാനു സ്ഥാനാർത്ഥിയായി വരും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. സണ്ണി എം കബിക്കാടിൻ്റെ പേര് വെക്കുന്നു. UDF എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരു റെയിൻബോ അലയൻസ് ആണ് എന്നൊരു ഒരു ഒരു സന്ദേശം പുറത്തേക്ക് കൊടുക്കുന്നതിൽ VD സതീശൻ വിജയിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നത് VD സതീശനും ഉദ്ദേശിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലുണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് പോലുമല്ല വന്നത്. സ്ഥാനാർത്ഥി ലിസ്റ്റ് UDFൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യുമ്പോഴേക്ക് ഇദ്ദേഹത്തിൻ്റെ പിടി വിടുന്നുണ്ട്. ഐ മീൻ VD സതീശൻ്റെ നോമിനികൾ അല്ലെങ്കിൽ VD സതീശൻ ഫീൽഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന പലരും വന്നിട്ടില്ല. അത് നമുക്കറിയാം. അത് കെ സി വേണുഗോപാലിൻ്റെ താല്പര്യങ്ങൾക്ക് അതിൽ പ്രാമുഖ്യം കിട്ടിയിട്ടുണ്ട്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്നുള്ളത് സ്വാഭാവികമായിട്ടും അത് സംഭവിക്കുന്നതാണ്. അപ്പോൾ ആ നിലയ്ക്ക് UDFനെ കുറിച്ച് കോൺഗ്രസിനെ കുറിച്ചുള്ള പരമ്പരാഗതമായ ധാരണകൾക്ക് പുറത്ത് ഒരു വിശാലമായ കേരളത്തിൻ്റെ ഒരു സോഷ്യൽ കോമ്പോസിഷനെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്നുള്ളൊരു കാഴ്ചപ്പാട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അതിന് വലിയ സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. അത് കോൺഗ്രസിൻ്റെ പരമ്പരാഗത കോൺഗ്രസ് ഫ്രെയിമിന് പുറത്ത് നിന്ന് വലിയ തോതിൽ സ്വീകരിക്കപ്പെടുന്നുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് കണക്റ്റ് വളർത്തിയെടുക്കുന്നതിൽ VD സതീശൻ വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒറ്റ കാര്യം പറയാം, മുസ്ലിങ്ങളുമായിട്ടുള്ള ബന്ധം അത് സാധാരണഗതിയിൽ കോൺഗ്രസ് പരമ്പരാഗതമായിട്ട് ചെയ്തു പോകുന്നത് എന്താണ്? അത് മുസ്ലിം ലീഗിന് ഔട്ട്സോഴ്സ് ചെയ്യുകയാണ് ചെയ്തത്. മുസ്ലിങ്ങളുടെ കാര്യം അത് മുസ്ലിം ലീഗ് നോക്കിക്കൊള്ളുന്നതാണ്. അങ്ങനെയല്ല, VD സതീശൻ മുസ്ലിം സമുദായത്തിനകത്തുള്ള ഓരോ ഫാക്ഷൻ, ഓരോ സംഘടനകൾ, ഉപസംഘടനകൾ, അതിൻ്റെ നേതാക്കന്മാരുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാകുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു. അവരെന്താണ്, അവരാരാണ്, അവരുടെ പൊസിഷൻസ് എന്താണ് എന്നതിനെക്കുറിച്ച് ധാരണ ഉണ്ടാകുന്നു. ഇത് എല്ലാ സമൂഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. ക്രിസ്ത്യൻ സമൂഹത്തിന്, എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ സമൂഹത്തിനകത്ത് ഇപ്പം കേരള ക്രിസ്ത്യാനിറ്റി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും അറിയാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ എന്ന് വെച്ചാൽ പെൻഡക്കോസ്റ്റൽ സഭയാണ്. കേരളത്തിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റീത്ത് അല്ലെങ്കിൽ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ തന്നെ പറയാം, അത് പെൻഡക്കോസ്റ്റൽ സഭയാണ്. ഈ പെൻഡക്കോസ്റ്റൽ സഭയുമായിട്ട് ഒരു മീനിങ് ഫുൾ എൻഗേജ്മെൻറ്റ് നടത്തുന്ന എത്ര രാഷ്ട്രീയക്കാരുണ്ട്? പക്ഷേ VD സതീശന് ഇവരിൽ എല്ലാവരെയും അറിയാം. ഇവരുടെ റാങ്ക് ആൻഡ് ഫയൽസിന് അറിയാം, ഇവരുടെ പൊസിഷൻ എന്താണെന്നറിയാം, അവരുടെ കോൺസെൻട്രേഷൻ എന്താണെന്നറിയാം, നല്ല ധാരണയുണ്ട്. അവരുമായിട്ട് വളരെ ആക്റ്റീവ് എൻഗേജ്മെൻ്റ് ആ മനുഷ്യനുണ്ട്. ഇങ്ങനെ വിവിധ വിഭാഗങ്ങൾ, സാമൂഹിക വിഭാഗങ്ങളാകാം, വിശ്വാസപരമായിട്ടുള്ള വിഭാഗങ്ങളാകാം, നമ്മുടെ സമൂഹത്തിലുള്ള പല സ്വഭാവത്തിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന കറണ്ടുകൾ, ഐഡിയോളജിക്കൽ കറണ്ടാകാം, റിലീജിയസ് കറണ്ടാകാം, പൊളിറ്റിക്കൽ കറണ്ടാകാം, ഇതുമായിട്ടെല്ലാം വ്യക്തിപരമായ മീനിങ് ഫുൾ എൻഗേജ്മെൻറ്റ് എന്നുള്ളത് ഈ മനുഷ്യൻ വ്യക്തിപരമായി ആദ്യം അത് സ്ഥാപിക്കുന്നു, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അത് സജീവമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ടും എന്താണ് കേരളത്തിൻ്റെ ഒരു സാമൂഹികമായ പരിച്ഛേദം, എന്താണ് മനുഷ്യർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഏതെല്ലാം പ്രദേശങ്ങളിൽ ഏതെല്ലാം സ്വഭാവത്തിലുള്ള മനുഷ്യരാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ധാരണയുണ്ടാവും. അതാണ് ഈ ഇലക്ഷൻ വിജയങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നു. അപ്പോൾ നിലമ്പൂർ വന്നതോടുകൂടി യഥാർത്ഥത്തിൽ UDF വലിയ ആഹ്ലാദത്തിലായിരുന്നു. ആ ആഹ്ലാദം, അതിൻ്റെ ഒരു വെലോസിറ്റി അത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ലോക്കൽ ബോഡി ഇലക്ഷനിലും വലിയ വിജയം ഉണ്ടാകുന്നു, വലിയ ആവേശം ഉണ്ടാകുന്നു. പക്ഷേ നമ്മൾ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ തോതിലുള്ളൊരു മാധ്യമ പ്രചാരണം, അങ്ങനെയല്ല, തുടർ ഭരണം വീണ്ടും ഉണ്ടാകാൻ പോവുകയാണ്, അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതിൽ LDFൻ്റെ പ്രൊപ്പഗാൻഡ മെഷീനറി വലിയ തോതിൽ വിജയിച്ചിട്ടുണ്ട്. അതിനെ കൂടി മറികടന്നുകൊണ്ടാണ് ഈ പറയുന്ന അസംബ്ലി ഇലക്ഷനിലേക്ക് പ്രവേശിക്കുമ്പം അന്തരീക്ഷത്തിലുള്ളതാണ് ഇതാണ് സംഗതി. ഒരു 75 സീറ്റൊക്കെ പിടിച്ചിട്ട് LDFന് പിണറായി വിജയൻ തന്നെ വരാൻ പോവുകയാണ്. അങ്ങനെ എന്താണ് വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അതേക്കുറിച്ച് സംസാരിക്കുന്നു. പിന്നെ UDFിലുള്ള നേതാക്കന്മാർ തന്നെ വലിയ ആത്മവിശ്വാസത്തിൽ സംസാരിക്കുന്നില്ല. അത്ര എക്സിറ്റ് പോളിന് മുമ്പുള്ള സെനാരിയോ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് ഈ മനുഷ്യൻ എന്താണ് പറയുന്നത്, നമ്മൾ 100+ എടുക്കും, 100-ലധികം സീറ്റ് നേടി അധികാരത്തിലെത്തും, മാന്യമായ അധികാരത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും. അങ്ങനെ ഒരു ലീഡർ, അങ്ങനെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ഹീസ് എ ലീഡർ. അതെന്താണ്? അത് ഒന്നാമത് ആത്മവിശ്വാസമാണത്. കാര്യങ്ങൾ എവിടെ കിടക്കുന്നതിനെക്കുറിച്ച് നല്ല തിരിച്ചറിവാണത്. ആ ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ട്, ആത്മവിശ്വാസം മാത്രമല്ല, റിസ്ക് എടുക്കാൻ ഞാൻ സന്നദ്ധനാണ്, ഞാൻ മുന്നിൽ നിൽക്കാൻ സന്നദ്ധനാണ്, അതിൻ്റെ റിസ്ക് എടുക്കാൻ സന്നദ്ധനാണ്, ആ ഒരു മെസ്സേജ് അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സ്വന്തം സഹപ്രവർത്തകർ പോലും ആ നിലക്ക് ആത്മവിശ്വാസം പ്രകടിപ്പിക്കാത്ത കുഞ്ഞാലിക്കുട്ടിയുടെ ബൈറ്റ് ഓർമ്മയില്ലേ, 100 പറയുന്നില്ല എന്ന്
സുധാകരനോട് ഒരു ഘട്ടത്തിൽ ചോദിക്കുന്നുണ്ട്, പിന്നെ VDS ഇങ്ങനെ 100 കൂടുതൽ പറയുന്നില്ല, അത് അവനോട് പോയി ചോദിക്കുന്നതാണ് പറയുന്നത്. ഇങ്ങനെ സ്വന്തം സഹപ്രവർത്തകർ പോലും, ഏറ്റവും അടുത്ത സീനിയർ കൊളീഗ്സ് ആയിട്ടുള്ള ആളുകൾ പോലും പറയാത്ത സന്ദർഭത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി ആ മനുഷ്യൻ പറഞ്ഞു. അപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇതാണ് നിഷാദെ പ്രധാനം. നിങ്ങൾ എങ്ങനെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എത്ര കഴിവുണ്ട്, എത്ര MLA-മാരുടെ പിന്തുണയുണ്ട്, അല്ലെങ്കിൽ എത്ര പൈസ സമാഹരിക്കാൻ പറ്റിയതൊന്നുമല്ല. മനുഷ്യർക്ക് ദർ ഇസ് എ ലീഡർ എന്ന് പറയുന്ന, ദർ ഇസ് എ മാൻ ടു ലീഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് കൊടുക്കണം. അത് കൃത്യമായിട്ട് VD സതീശൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്ര വലിയ തോതിൽ സ്വീകരിക്കപ്പെട്ടത്. നമ്മൾ കാണുന്നില്ല, അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആകില്ല എന്നൊരു സംശയം വരുമ്പോഴേക്കും വളരെ ഓർഗാനിക്കായിട്ട് മനുഷ്യർ തെരുവിലേക്ക് ഇറങ്ങുന്നു. അദ്ദേഹത്തിന് വേണ്ടി ജാഥ വിളിക്കുന്നു, സിന്ദാബാദ് വിളിക്കുന്നു, കുർബാന നടത്തുന്നു, നേർച്ച ചെയ്യുന്നു. അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു ലീഡർ എന്നുള്ള നിലയ്ക്ക് ഒരു സന്ദേശം മാസിലേക്ക്, ബഹുജനങ്ങളിലേക്ക് ആ ഒരു എനർജി വലിയ തോതിൽ കടത്തിവിടുന്നതിൽ മനുഷ്യൻ വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്വാഭാവിക പരിണതിയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് കൃത്യമായും നാച്ചുറൽ ചോയ്സ് എന്ന് പറയാവുന്ന ഒരു സംഗതിയാണ്.